ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാനിടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴം ശക്തമായി വ്യക്തമായി ഇടപെടുന്ന ദൈവിക ദൂത് കുടുംബത്തിന്, ജീവിതത്തിന് വിടുതലായി തീരുക. വചനത്തിൻ്റെ ശക്തി ജീവിതത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ വരത്തക്ക നിലയിൽ പരിശുദ്ധാത്മാവ് തൊടുന്ന ദൈവിക സ്പർശനം അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എവിടെ തകർന്നോ അവിടെ മാനിക്കുന്ന ഒരു ദൈവം, ആരുടെ മുമ്പിൽ ഉടഞ്ഞുപോയോ അവിടെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ കരം. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശയകരമായി ഇടപെടുന്ന ദൂത്. യിരെമ്യാവിൻ്റെ പുസ്തകം 18 അധ്യായം 3 വാക്യം. അങ്ങനെ ഞാൻ കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ഇടപെടുന്ന ദൂത്. ഏത് സ്ഥലത്താണോ തകർന്നു പോയത്, ആരുടെ മുമ്പിലാണോ ഉടഞ്ഞു പോയത്, അവിടെ തന്നെ മാന്യത വെളിപ്പെടുത്തുന്ന, അവിടെ തന്നെ വ്യത്യാസവും വരുത്തുന്ന ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം ശക്തിയോടെ ചലിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുക. ചില കാര്യങ്ങൾ പ്രതീക്ഷയോടെ ചെയ്തതാ, എന്നാൽ അത് ഇപ്പോൾ നിശ്ചലമായിരിക്കുന്നു. ഒരു ചലനമില്ല, പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല. അതിനകത്തൊരു ചുവടുവെപ്പ് നടക്കാതെ ഇരിക്കുന്ന, സ്തംഭിച്ചു നിൽക്കുന്ന ആ തലങ്ങൾ ആയിരിക്കുന്ന ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് ഇടപെടുന്നു. അത് കർത്താവ് ഏറ്റെടുക്കുകയാണ്. പണിതെടുക്കുന്ന, ഉയർത്തുവാൻ പ്രാപ്തിയുള്ള ദൈവം അത് ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പരിശുദ്ധാത്മാവ് ഹൃദയത്തെ തൊട്ട് ദൂത് പറയുന്നു. സ്വർഗം ഏറ്റെടുത്തിരിക്കുന്ന വിഷയത്തിന്മേൽ അതിനകത്തൊരു സമ്പൂർണതയുണ്ട്. ദൈവം ഏറ്റെടുക്കുന്ന വിഷയത്തിന്മേൽ അതിനകത്ത് ചലനങ്ങളുണ്ട്. ദൈവം ഏറ്റെടുക്കുന്ന വിഷയത്തിന്മേൽ പൂർത്തീകരണമുണ്ട്. ഇന്ന് കുടുംബങ്ങളോട്, ജീവിതങ്ങളോട് ശക്തമായി ആത്മാവ് ഇടപെടുന്ന ശബ്ദവിധ. ദൈവം തൻ്റെ കരങ്ങളിലേക്ക് ആ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുക. ഇന്നു മുതൽ അതിനകത്ത് വ്യതിയാനങ്ങളുണ്ട്. ഇന്നു മുതൽ അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട്. ആ നിലവാരത്തിലാണ് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രവൃത്തി ശക്തിയോടെ വെളിപ്പെട്ട് വരാൻ പോകുന്നത്. പാർക്കുന്ന ദേശത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇന്ന് പരിഹാസവും നിന്നയായിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, തകർന്നിരിക്കുന്ന ഹൃദയവും തകർന്നിരിക്കുന്ന ജീവിതാവസ്ഥയും ഉടഞ്ഞിരിക്കുന്ന ഹൃദയവും ഉടഞ്ഞിരിക്കുന്ന ജീവിതത്തിൻ്റെ സ്ഥിതികളും ആയിരിക്കുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദമിതാ. ദൈവം സ്ഥിതി മാറ്റാൻ പോകുന്നു. അവിടെ തന്നെ ഒരു ഉയർച്ച ദൈവം വെളിപ്പെടുത്താൻ പോവുക. ഒരു ദൈവത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന പ്രത്യേകത, ശത്രുവിൻ്റെ മുമ്പിലായിരിക്കും തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ. പരിഹസിക്കുന്നവരുടെ, നിന്ദിക്കുന്നവരുടെ മുമ്പിലായിരിക്കാം ഒരുപക്ഷെ അപമാനിക്കപ്പെടുന്നത് പോലെ ജീവിത സാഹചര്യങ്ങൾ ഉടഞ്ഞു പോകുകയും തകർന്നിരിക്കുന്ന സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്. അമ്മേ, സഹതാപം കാണിക്കുന്നവരുടെ മുമ്പിലോ ആശ്വസിപ്പിക്കുന്നവരുടെ മുമ്പിൽ അല്ല അമ്മേ തകർന്നു കിടക്കുന്നത്, ഉടഞ്ഞു കിടക്കുന്ന പരിശുദ്ധാത്മ ഹൃദയങ്ങളോട് ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. അതല്ലേ ശരി. അമ്മേ, പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നവരുടെ മുമ്പിലല്ലേ തകർന്നിരിക്കുന്ന, ഉടഞ്ഞിരിക്കുന്ന ആശ്വാസം, അമ്മേ സഹതാപം കാണിക്കുന്നവരുടെ മുമ്പാകെ അല്ലല്ലോ ദൈവത്തിൻ്റെ പൈതലേ. ഇന്ന് സ്വർഗം ആഴമായി ദൂതടപെടുക. അതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, അതിന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാരണം ദൈവം ജീവിക്കുന്നു, ദൈവം സർവശക്തനാണെന്നും ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണെന്നും വെളിപ്പെടുത്തുന്ന നിലവാരത്തിലുള്ള ദൈവിക മഹത്വം അവരുടെ മുമ്പാകെ ദൈവം ചെയ്തെടുക്കാൻ പോകുന്നു. എവിടെ തകർന്നോ അവിടെ ഒരു മാന്യത, എവിടെ പരാജയപ്പെട്ടോ അവിടെ ഒരു വിജയം. ആരുടെ മുമ്പിലാ ഉടഞ്ഞുപോയത്? ഇവിടെ കുശ
കളിച്ചവൻ്റെ കളിമണ്ണ് യിരെമ്യാവിൻ്റെ മുമ്പിൽ ഉടഞ്ഞുപോയി, ചീത്തയായിപ്പോയി. അതുപോലെ ദൈവത്തിൻ്റെ വൈതിലെ ഏത് വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിലാ തകർന്നിരിക്കുന്നത്, ഏത് വ്യക്തി ജീവിതങ്ങളുടെ മുമ്പിലാ ഉടഞ്ഞിരിക്കുന്ന ഒരു പരിഹാസച്ചിരിയോടെ നോക്കി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവത്തിൻ്റെ മഹത്വമുണ്ടെന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുണ്ടെന്ന്, അവിടെ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ പണിതെടുക്കുന്ന ദൈവനിയോഗങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുവാൻ യോസേപ്പിനെ തൻ്റെ സഹോദരങ്ങൾ പൊട്ടക്കിണറി കിടക്കുന്ന അവസ്ഥയാ കാണുന്നത്, പൊട്ടക്കിണറിൽ നിന്ന് വലിച്ചെടുക്കുന്ന അവസ്ഥയാ കാണുന്നത്. എന്നാൽ ദൈവം യോസേപ്പിനെ വെളിപ്പെടുത്തിയത്, ദൈവം യോസേപ്പിനെ കുറേ കാലം മറച്ചു വെച്ച് വെളിപ്പെടുത്തിയത്, മിസ്രൈമിൻ്റെ അധിപതിയാക്കിയ ദൈവത്തിൻ്റെ വൈതിലെ എവിടെ നീ തകർന്നോ, എവിടെ നീ പരാജയപ്പെട്ടോ, അവിടെ ദർശനത്തിൻ്റെ പൂർത്തീകരണമുണ്ട്, അവിടെ സ്വർഗത്തിൻ്റെ അധികാരമുണ്ട്, അവിടെ ദൈവത്തിൻ്റെ മഹത്വമുണ്ട്. ദൂത് വിശ്വസിക്കട്ടെ, വചനമേറ്റെടുക്കട്ടെ. അതുപോലെ ചില മഹത്വത്തിൻ്റെ പ്രവർത്തികൾ ഇതാ ഉടഞ്ഞ സ്ഥലത്ത്, തകർന്ന സ്ഥലത്ത് പണിതെടുക്കുന്ന ദൈവകരം, ഉയർത്തുന്ന ദൈവകരം ശക്തിയോടെ ചലിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ഞങ്ങളുടെ ശബ്ദത്തിനായി സ്തോത്രം. തകർന്നിരിക്കുന്ന, ഉടഞ്ഞിരിക്കുന്ന ജീവിതാവസ്ഥയിൽ ദൈവം കേൾപ്പിച്ച ശബ്ദം കർത്താവേ വേഗത്തിൽ ചലിക്കട്ടെ, പരിവർത്തനങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ നടക്കട്ടെ, ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ. വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ വിടുതലുകൾ നടക്കട്ടെ, ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ, ദൈവശക്തി വ്യാപരിക്കട്ടെ, അസാധാരണമായി സൗഖ്യങ്ങൾ നടക്കട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിടുതൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.